ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ചെന്നാണ് പരാതി. വണ്ടാനം സ്വദേശി സൗമ്യയുടെ കുഞ്ഞാണ് മരിച്ചത്. 28-ന് രാത്രി പ്രസവ വേദന ഉണ്ടായെങ്കിലും സൗമ്യയെ ലേബർ റൂമിലേക്ക് മാറ്റിയില്ലെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. തൊട്ടടുത്ത ദിവസമാണ് വാർഡിൽ പ്രസവിച്ച സൗമ്യയെ ലേബർ റൂമിലേക്കും നവജാത ശിശുവിനെ ICUവിലേക്കും മാറ്റിയത്. 8 ദിവസം പ്രായമുള്ള കുഞ്ഞ് ഇന്നലെ രാത്രി 12 മണിയോടെയാണ് മരിച്ചത്. കുട്ടിയുടെ മൃതദേഹവുമായി ലേബർ റൂമിന് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചു. ആർ ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ശ്രീജിത്ത്, തുടർച്ചയായി ചികിത്സാ പിഴവെന്ന ആരോപണമാണ് ആശുപത്രിക്ക് നേരെ ഉയർന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ബന്ധുക്കളുടെ പരാതി എന്താണ്? ശ്രുതി, ഇന്നലെ രാത്രി 12 മണിയോടെയാണ് നവജാത ശിശു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. നേരത്തെ 8 ദിവസം മുമ്പാണ് ഈ വണ്ടാനം സ്വദേശിനി സൗമ്യയുടെ പ്രസവം നടന്നത്. പ്രസവത്തിന് ശേഷം കുട്ടിയെ മാതാപിതാക്കളെ കാണിച്ചിരുന്നില്ല, നേരെ ICUവിലേക്ക് മാറ്റുകയായിരുന്നു. കുട്ടിയെ ഡയാലിസിസിന് വിധേയമാക്കിയെന്ന് ബന്ധുക്കളെ പിന്നീട് അറിയിച്ചു. പിന്നീട് ഇന്നലെ രാത്രി കുട്ടിയുടെ മൃതദേഹമാണ് ബന്ധുക്കൾ കാണുന്നത്. ഇതാണ് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധത്തിനും സംഘർഷത്തിനും ഇടയാക്കിയത്. ബന്ധുക്കൾ കുട്ടിയുടെ മൃതദേഹവുമായിട്ടാണ് ഇന്നലെ രാത്രി 12 മണിയോടെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബന്ധുക്കൾ ആശുപത്രി സൂപ്രണ്ടിനും പോലീസിനും പരാതി നൽകി. ചികിത്സാ പിഴവാണ് ഈ നവജാത ശിശു മരിക്കാൻ കാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. 28-നാണ് പ്രസവവേദനയെ തുടർന്ന് സൗമ്യയെ ആശുപത്രി പ്രവേശിപ്പിച്ചത്. എന്നാൽ ആ സമയത്ത് ഈ സൗമ്യയെ ലേബർ റൂമിലേക്ക് മാറ്റാൻ ആശുപത്രി അധികൃതർ ഡോക്ടർമാരും തയ്യാറായില്ല എന്നാണ് പരാതിയിൽ പറയുന്ന ഒരു കാര്യം. 29-ന് വാർഡിൽ പ്രസവിച്ചു. ഈ പ്രസവശേഷം ആണ് കുട്ടിയെ നിയോനാറ്റൽ ICUയിലേക്ക് മാറ്റിയത്. പിന്നീട് സൗമ്യയെ ലേബർ റൂമിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും അതിനുശേഷം കുട്ടിയുടെ ആരോഗ്യനില മോശമാവുകയും ഡയാലിസിസിനും മറ്റും വിധേയമാക്കിയെന്നാണ് പറയുന്നത്. കുട്ടിയെ അമ്മയെ കാണിക്കാനോ മുലയൂട്ടാനോ അനുവദിച്ചില്ല എന്ന പരാതിയും ഈ ബന്ധുക്കളും മറ്റും ഉന്നയിക്കുന്നുണ്ട്.